വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഫലാ യസ്തതിഊന തൗസിയതൻ ഇലാ അഹ്ലിഹിം യർജിഊൻ. കുടുംബത്തേക്ക് മടങ്ങി ചെന്നിട്ടൊരു കാര്യം കൂടി ഉപദേശിക്കാന്ന് വിചാരിച്ചാൽ കഴിയൂല. നമുക്ക് മക്കളെ ഇതൊക്കെ ഇങ്ങനെ ആയി. ഈ കാസറ്റ് നമ്മൾ നമ്മളുടെ ആളുകൾക്ക് കേൾപ്പിക്കുക, ഇതാണ് അവസ്ഥ അല്ലേ. അപ്പോ അയാൾക്ക് ചിലപ്പം നേരാവണം തോന്നും, ചിലപ്പോൾ നിങ്ങൾക്ക് നേരാവണം തോന്നും, നിങ്ങളെ കുട്ടിക്ക് നേരാവണം തോന്നും. ഇത് കാസറ്റും മറ്റേ ഈ മൊബൈലും കമ്പ്യൂട്ടറായിട്ട് തിരിഞ്ഞു കളിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഐറ്റികളൊക്കെ നശിച്ച് കുത്തുപാടെടുക്കും, യാതൊരു സംശയം വേണ്ട. കാരണം ഇവിടെ നിന്നിട്ട് ലണ്ടനിലുള്ള പെണ്ണുങ്ങൾ ആൺകുട്ടികളായിട്ട് വർത്താനം പറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. ഓനെ കണ്ടിട്ടില്ല, ഓൻ അറിയില്ല, ലജ്ജല്ലാത്ത എല്ലാ കാര്യങ്ങളും രാവും പകലും സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ. മുമ്പൊരു ഉമ്മ പറഞ്ഞ് നിന്റെ മോക്ക് ചെയ്ത്താൻ കൂടിയിരിക്കണം. എന്താ? രാത്രി ഇങ്ങനെ വർത്താനം പറയുവോളെ റൂമിന്ന്, ആരുമില്ല റൂമില്, രാത്രി 2 മണിക്കൊക്കെ. അങ്ങനെ ഞാൻ നോക്കുമ്പോ ഓട്ടയിൽ കൂടെ നോക്കുമ്പോ ആരുമില്ല, ഓളിങ്ങനെ വർത്താനം പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറുക്കും നൂലും ഒക്കെ കെട്ടി, യാതൊരു അനക്കുമില്ല. ഉറുക്കും നൂലും കെട്ടിയ അനക്കുണ്ടാകുകയല്ല, കെട്ടിയോലും അത് കെട്ടിച്ചോലും മുശിരിക്കാവും, ആ അനക്കുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അതൊന്നുമില്ല. മറ്റോലാടെ സുന്നിയാളാണ്, സുന്നിയൊക്കെ പിന്നെ കെട്ടാലോ. ഓല് ചോദിക്കലെന്താ അറിയോ, ഖുർആൻ ഒന്നും ഇല്ലാണ്ട് തൊടാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ എഴുതിയിട്ട് ചന്തിമ കെട്ടാവോ? കെട്ടായിന് വരുമല്ല, ആ ടീമാ. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ പൊതുവെ നമ്മുടെ പിന്നെ ഇത് കെട്ടിയൊക്കെ നിൽക്കണില്ല. അവസാനം ഞാൻ മാനസിക ഒരു ഡോക്ടറെത്തി ചെന്ന്, അതിനൊക്കെ നമ്മൾ പോണുണ്ട്, അതാ രസം. ഇവിടെ ഇങ്ങനെ പോകും എന്തിനും, കാരണം ഒക്കെ അറിയാലോ, ഒന്നും ആളുടെ ഇല്ല, അത് ഒന്നും എൻ്റെ മേത്ത് കൂടിയിട്ടില്ല. അത് അങ്ങനെ രാത്രി അപ്പൊ അയാൾ ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്ത് അപ്പോ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, എവിടെയാണ് നിങ്ങളെ കമ്പ്യൂട്ടർ വെച്ചു ഉമ്മനോട്? വളരെ റൂമിൽ തന്നെ. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളെ കമ്പ്യൂട്ടർ എല്ലാവരും നടക്കുന്ന റൂമില്ലേ അവിടത്തേക്കാണ്ട് കൊണ്ടുവച്ചാൽ ആ ചെയ്ത്താൻ പോയിക്കോളും. അവിടെ കൊണ്ടുവച്ചാൽ പിറ്റേന്ന് തന്നെ പോയി. പിന്നെ ഓള് കടന്നു കൊടുക്കുക. പിന്നെ ഓളെ രാത്രി രാവിലെ 9 മണിക്ക് ഉമ്മ വിളിച്ചിട്ടുണ്ടിരിക്കില്ല. അപ്പൊ ഉമ്മ ചെയ്ത്താൻ പോയപ്പോ ചെയ്ത്താൻ വേറൊന്ന് കേറിയോ? അതെന്താ കാരണം? അത് ഈ കുട്ടിച്ചാത്തനാ ജാതിയാ കേട്ടോ. ഇത് മർമ്മത്തിന് പിടിക്കുന്ന സാധന. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചോളി. കുട്ടികളൊക്കെ ലോകാവസാനത്തിൽ അടയാളപ്പം നമുക്കൊന്നും കഴിയില്ല, ഒന്നിനെയും നമുക്ക് മാറ്റി മറിക്കാൻ കഴിയില്ല. പടച്ചോന് വെച്ചത് വിധിച്ചതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ വില കൊടുത്തേതാൽ അങ്ങനത്തെ ഒന്നും വാങ്ങണ്ട കേട്ടോ. ഇപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. ലോകം അവസാനിക്കാനുള്ളതാണെന്ന് ബോധ്യപ്പെടുക. നമ്മളുടെ അവസാനത്തെ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിലേക്കുള്ള യാത്ര ഒരുക്കി വെക്കുക. പോരായ്മകളുണ്ട്, തെറ്റുണ്ട്, കുറ്റുണ്ട്, അതിനൊന്നും വിരോധമല്ല. അതൊക്കെ അള്ളാഹു മാപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇപ്പൊ ഈ ക്ലാസ് കണ്ട് കഴിഞ്ഞ് നമ്മൾ ക്ലിയർ ആവുന്നൊന്നുമില്ല, പിന്നെ നമ്മളെടുത്ത് വരേണ്ടതൊക്കെ വരും, അംശമൊന്നുമില്ല, അതൊക്കെ നമുക്ക് വരും. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മളെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റാവുന്നതേ വരാം, പിടുത്തം വിട്ടുപോയാൽ. അതുപോലെ നമ്മളെ ഉമ്മനോടും ബാപ്പനോടും നമ്മൾ വളരെ മോശമായിട്ട് പെരുമാറും. ഈ ലോകം അവസാനിക്കാൻ ടൈമായി. ഇപ്പൊ അവിടൊക്കെ എത്തി അല്ലേ. ഉമ്മയും ബാപ്പിയൊക്കെ അക്സ അബാഹു, ബാപ്പനെയും ഉമ്മനെയും ഒക്കെ പുറത്താക്കും. അതിനാ സദിയക്കഹു, ജീവിതത്തിൽ കൂട്ടുകാർക്ക് വലിയ സ്ഥാനം വരും. അതൊക്കെ വന്നില്ലേ. സ്വന്തം ഉമ്മയും ബാപ്പ, ഇപ്പം ഉമ്മയും ബാപ്പയൊക്കെ മക്കളോട് വല്ല കാര്യം പറഞ്ഞ ബാപ്പ ഓന്റെ ലോയക്കാരെ തന്നെ എടുക്കാൻ ഓലോട് പറഞ്ഞോളിന്നാ പറയാ. കാരണം ഓനോട് നമ്മൾ പറഞ്ഞാൽ എടുക്കണില്ല, അത്ര അകന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുക. മക്കളോട് മാതാപിതാക്കളോടൊക്കെ അതൊക്കെ വലിയ പാപാട്ടോ, അല്ല പൊറുക്കാത്ത പാപ. അതൊക്കെ നിങ്ങൾ മാപ്പ് ചോദിക്കുക. ഉമ്മനോടോ വാപ്പനോടൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ തയ്യാറായി നിൽക്കുക. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ട് നിന്നാൽ തന്നെ കുറെ നന്മ നമ്മളെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. കാരണം എന്താ അറിയോ, നമ്മളെ ഉമ്മയും ബാപ്പയും നമ്മൾ നല്ലവരാണെന്ന് അള്ളാഹിനോട് പറഞ്ഞെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്ത് കിടക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ മോശമാണെന്ന് നമ്മളെ ഉമ്മയും ബാപ്പയും അള്ളാഹിനോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്ത് പ്രവേശനമില്ല. റിളർ റബ്ബി ഫി റിളൽ വാലിദൈനി വ സുഖ്തുർ റബ്ബി ഫി സുഖ്തിൽ വാലിദൈനി. ഉമ്മയും ബാപ്പയും വെറുത്താൽ ആ ആളെ സ്വർഗ്ഗത്തിൽ അള്ളാഹ് കയറ്റൂല. ഉമ്മയും ബാപ്പയും ഇഷ്ടപ്പെടുന്ന ആളെ സ്വർഗ്ഗത്ത് കടത്തുള്ളൂ. ഉമ്മയും ബാപ്പയും ഇഷ്ടപ്പെടുന്നത് ശിർക്കിന്റെ പേരിലാണെങ്കിൽ ഉമ്മയും ബാപ്പയും നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ എടുക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ്. സൂക്ഷിച്ച് ജീവിക്കുക. പരിശുദ്ധ റമളാന്റെ മഹനീയമായ സുദിനങ്ങളും നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ അള്ളാഹുവിന്റെ അടുത്ത് നിൽക്കാൻ സാധിച്ച സമയങ്ങളാണ്. അത് നിങ്ങൾ പരമാവധി കാത്തു സൂക്ഷിക്കാൻ തയ്യാറാകുക. പടച്ചവനോട് തെറ്റുകൾ വരുമ്പോൾ തെറ്റിൽ മാപ്പ് ചോദിക്കുക. ആ മാപ്പ് പടച്ചവൻ സ്വീകരിക്കണം, ആ നിലക്ക് മാപ്പ് ചോദിക്കുക. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളോടും നല്ല നിലക്ക് പെരുമാറുക. നമ്മളുടെ മാതാപിതാക്കളോട് വിശിഷ്യ നമ്മൾ ശ്രദ്ധിക്കുക.
നന്ദി കെട്ടവരാകാതിരിക്കുക. നന്ദികേട് ഏറ്റവും കൂടുതൽ വരിക മാതാപിതാക്കളോടാണ്, അത് കഴിഞ്ഞാൽ ഗുരുഭൂതന്മാരോടാണ്, അത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തോടാണ്. ആരോടും നന്ദികേട് കാണിക്കാതിരിക്കുക. അപ്പോൾ തനിയെ തന്നെ നമ്മൾ ശുദ്ധരാവും, വൃത്തിയുള്ളവരാവും, മരണം നമുക്ക് നല്ല നിലക്കാവും. കീപ്പിറ്റപ്പ്. എന്താ കീപ്പിറ്റപ്പ്? തൗഹീദ് ഒരിക്കലും വിടരുത്, ശിർക്കിലേക്ക് ഒരിക്കലും പോകരുത്, ബിദ്അത്ത് ഒരിക്കലും ചെയ്യരുത്, സുന്നത്ത് കുറഞ്ഞാൽ മേലുള്ള ബിദ്അത്ത് ചെയ്യരുത് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ശരി, നല്ല കാര്യങ്ങൾക്ക് സഹകരിക്കുക, ചീത്തക്കാര്യങ്ങൾ നിസ്സഹകരണം കാണിക്കുക. ആരായാലും ശരി, ബാപ്പായും ശരി, ഇമ്മാനും ശരി, കുടുംബായും ശരി, മാറ്റി നിർത്താൻ കഴിയുക. അങ്ങനെ ഒരു ഈമാനെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ അള്ളാഹു നമ്മളെ കൽബിലേക്ക് വരും. അപ്പൊ ദീൻ നമ്മളുടെ മതത്തിലെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ നമുക്ക് ഇസ്ലാം ദീനിനോട് കടപ്പാട് വരും. അപ്പൊ നമ്മളെ ജീവിതം മുഴുവനുമായി നന്നായിത്തീരും. അങ്ങനെ വിശുദ്ധമായി ജീവിച്ച് വിശുദ്ധരായി മരിച്ചു പിരിയാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ദുഷ്കർമ്മങ്ങൾ അവൻ മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ നമ്മുടെ മാതാപിതാക്കൾ യാത്ര പോയിട്ടുണ്ട്. പലരുടെയും സഹോദരി സഹോദരന്മാർ യാത്ര പോയിട്ടുണ്ട്. കൊച്ചനുജത്തിമാർ പോയിട്ടുണ്ട്, ഏടത്തിമാർ പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ സുദിനങ്ങളിലെ നന്മകൾ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ദീനില്ലാത്ത ആളുകൾക്ക് മതബോധമുണ്ടാവുകയും ധാർമ്മികതയെ ഇഷ്ടപ്പെടുകയും അങ്ങനെ നമ്മുടെ കൂടെ അവർക്കും സ്വർഗം പോകാനുള്ള ഒരു അവസരം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ നന്മകൾ അള്ളാഹു സ്വീകരിച്ചു അവൻ നമുക്ക് സ്വർഗത്തിൽ ഇടം നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാന്റെ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരോഗ്യവാനായി, ഈമാനുള്ളവനായി, ഹിദായത്തുള്ളവനായി, തഖ്വയുള്ളവനായി, സംസ്കൃതനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അന്തിമമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. സർവ്വവിധ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പരലോകത്തെത്തുമ്പോൾ കർമ്മരേഖ വലകൈ കൊണ്ട് സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാന്റെ പ്രിയപ്പെട്ട തോഴന്മാരായി അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നവരായി ഭൂമുഖത്ത് ജീവിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം ശിഷ്ടകാലം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹു അതിനുള്ള അവസരം നമുക്ക് നൽകുമാറാകട്ടെ. മരണം ഏറ്റവും എളുപ്പം നടക്കുന്ന, വിചാരണ ഏറ്റവും എളുപ്പം നടക്കുന്ന ഏറ്റവും നല്ല വിശുദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിലെ എല്ലാ സാലിഹായ അമലുകളും നമസ്കാരങ്ങളും സദഖകളും ദാനധർമ്മങ്ങളും സംസാരങ്ങളും കേട്ടതും കേൾക്കാൻ നടന്നതും എല്ലാം അള്ളാഹു സാലിഹായ അമലായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.